ഒരിക്കലെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ എവിടെ പോയാലും സന്തോഷവും സമാധാനവും മാത്രം ആകർഷിക്കുന്നു. അതേസമയം ചിലരാവട്ടെ എപ്പോഴും പ്രശ്നങ്ങളും നെഗറ്റിവിറ്റിയും മാത്രം ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം അത് ആരുടെയും ഭാഗ്യമൊന്നുമല്ല, അത് അവരുടെ ഫ്രീക്വൻസിയാണ്. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആകർഷിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നതല്ല, നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലാണ് ജീവിക്കുന്നത് എന്നതാണ്. ഇന്ന് നിങ്ങളുടെ വൈബ്രേഷൻ തലം ഉയർത്താൻ സഹായിക്കുന്ന ചില ശക്തമായ മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ചിരിക്കൂ, പുഞ്ചിരിക്കൂ, പൊട്ടി പൊട്ടി ചിരിക്കൂ. സന്തോഷം നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്തുന്ന ഏറ്റവും വേഗമേറിയ മരുന്നാണ്. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഫീൽ ഗുഡ് കെമിക്കൽസ് റിലീസ് ചെയ്യപ്പെടുന്നു. ഒരു ചെറിയ പുഞ്ചിരിക്ക് പോലും നിങ്ങളുടെ എനർജി ലെവൽ മാറ്റാൻ കഴിയും. കാരണം എന്തെന്നാൽ നിങ്ങൾ ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളോട് ചിരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ദിവസവും ചിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കൂ. നമ്പർ 2, സെൽഫ് ലവ് പരിശീലിക്കൂ. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നു, പക്ഷെ സ്വയം സ്നേഹിക്കാൻ മറന്നു പോകുന്നു. സോ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളെ വിമർശിക്കുന്നതിന് പകരം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങൂ. നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി താഴുന്നു. പക്ഷെ നിങ്ങൾ സ്വയം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ വളരെ വളരെ ഹൈ ആകുന്നു. എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി പറയൂ, ഐ ലവ് യു, ഐ റെസ്പെക്ട് യു സോ മച്ച്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സെൽഫ് ലവ് കൂട്ടൂ. നമ്പർ 3, ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യൂ. എക്സസൈസ് ശരീരത്തിന് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനും ആത്മാവിനും വേണ്ടി കൂടിയാണ്. നിങ്ങൾ നടക്കുമ്പോൾ, നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ഫ്ലോ നന്നായി മെച്ചപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി തലം ഉയരും. മൂവ്മെന്റ് നമ്മുടെ ഫ്രീക്വൻസി തലം ഉയർത്തും. അതുകൊണ്ട് ദിവസവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ശരീരത്തെ നിങ്ങൾ മൂവ് ചെയ്യിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കൂ. നമ്പർ 4, നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളോടൊപ്പം നിങ്ങളുടെ സമയം ചെലവഴിക്കൂ. നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകളുടെ എനർജി നിങ്ങളിലേക്ക് ഉറപ്പായും പകരും. എപ്പോഴും പരാതിയും നെഗറ്റിവിറ്റിയും മാത്രം പറയുന്നവരോടൊപ്പം കൂടുന്നതിനേക്കാൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളെ വിശ്വസിക്കുന്ന നല്ലവരായ ആളുകളോടൊപ്പം നിങ്ങളുടെ സമയം ചെലവാക്കൂ. ഉറപ്പായും നിങ്ങളുടെ ഫ്രീക്വൻസി തലം ഉയരാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സർക്കിൾ ഭയങ്കര പോസിറ്റീവ് ആണോ എന്ന് ശ്രദ്ധിക്കണം. നമ്പർ 5, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ മറ്റാരും വരില്ല. നിങ്ങളാണ് നിങ്ങളുടെ എനർജി ക്രിയേറ്റർ. നിങ്ങൾ എത്ര നല്ലതായി ഫീൽ ചെയ്യുന്നു അത്രയും ഉയർന്നതാണ് നിങ്ങളുടെ വൈബ്രേഷൻ. നിങ്ങൾ സന്തോഷം തിരഞ്ഞെടുക്കുമ്പോൾ, കൃതജ്ഞത തിരഞ്ഞെടുക്കുമ്പോൾ, സ്നേഹം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി തലം ഉയരത്തിലേക്ക് പോകുന്നു. ഫ്രീക്വൻസി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതവും മാറും. അതിനാൽ ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കൂ. കൂടുതൽ മാക്സിമം അവസരങ്ങളിൽ ചിരിക്കാൻ ശ്രമിക്കൂ. സ്വയം സെൽഫ് ലവ് വർദ്ധിപ്പിക്കൂ. ശരീരം ഏതെങ്കിലും ഒരു തലത്തിൽ മൂവ് ചെയ്യിപ്പിക്കൂ. നിങ്ങളുടെ സമയം പോസിറ്റീവ് ആളുകളോടൊപ്പം മാത്രം ചെലവഴിക്കൂ. കാരണം നിങ്ങളുടെ ഫ്രീക്വൻസി ഉയരുമ്പോൾ നിങ്ങളുടെ ജീവിതവും ഉയരും. നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. സോ അതിനെ ഉണർത്തൂ, അതിനെ ജീവിക്കൂ, അതിനെ ലോകത്തിലേക്ക് പകരൂ. താങ്ക് യു.